ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബിൽ എങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ലെഫ്റ്റ് സൈഡിൽ ഷോർട്സ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിഷ്ടമുള്ള സോങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ മലയാളം സോങ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സോങ് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. സെർച്ച് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ കൊടുക്കാം. ഞാൻ ഈ ഒരു ഷോർട്സ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ യൂസ് ദി സൗണ്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായ വീഡിയോസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ ഗാലറിയിലേക്ക് ആഡ് ചെയ്യണ്ടോ, ആ ആഡ് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതാ ഡണ്ണ് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയിട്ട് ഡണ്ണ് കൊടുക്കാം. അതിന് ശേഷം ഇതിപ്പോൾ 4 സെക്കൻഡാണ്. അപ്പോൾ ഞാൻ 2 മൾട്ടിപ്പിൾസ് ചൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത്. അതിന് ശേഷം ഡണ്ണ് കൊടുക്കാം. ഓക്കെ, പ്രോസസ്സിങ് ആവുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ ഇത് കാണുന്നുണ്ടോ 15 സെക്കൻഡ്. അപ്പോൾ നമുക്കതൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര സെക്കൻഡ് വീഡിയോ ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ 15 സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് അവിടെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. ടൈമർ, ഫിൽറ്റർ, അതുപോലെ സ്പീഡൊക്കെ ഉണ്ട്. നമുക്കത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. വീഡിയോ റെഡി ആക്കിയതിന് ശേഷം കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ടിക്ക് മാർക്ക് കൊടുക്കാം കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്ന ടിക്ക് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ സ്പീഡ്, ടൈമർ, എഫക്ട്സ് എല്ലാം ഉണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ടൈം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്പീഡ് നമുക്ക് ഇഷ്ടമുള്ളത് എത്ര അങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ടിക്ക് മാർക്ക് സെലക്ട് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ ടൈമറൊന്നും സെലക്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ കാണിക്കുന്നുണ്ടോ കൗണ്ടർ. നമുക്ക് 3 സെക്കൻഡ്, 10 സെക്കൻഡ്, അതുപോലെ 20 സെക്കൻഡ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഫിൽറ്റർ ഒന്ന് നോക്കാം. ശേഷം ടിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കണ്ടോ, അതിൽ നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാണ്ട് ടൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു മാംഗോ ചലഞ്ചിൻ്റെ വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ മാംഗോ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ഡെമോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫിൽറ്റർ ഉണ്ട് കേട്ടോ. നമുക്ക് ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് വോയിസ് ബട്ടൺ ഉണ്ട്. നമുക്ക് ഓൺ വോയിസിൽ തന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഓൺ വോയിസ് ഓവർ കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതാണെങ്കിൽ കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എവിടെ പകുതിക്ക് വെച്ചാണ് നമ്മൾ ഓൺ വോയിസ് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഓക്കെ കൊടുക്കണ്ട. ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അതുപോലെ ഫിൽറ്റർ താഴത്തെ ഇതിലാണെങ്കിൽ ഫിൽറ്റർ നമുക്ക് സ്റ്റിക്കർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ ഗാലറിയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ ആഡ് യുവേഴ്സിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. പിന്നെ റൈറ്റ് സൈഡിൽ ആ ഒരു മാർക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് യുവർ ഓഡിയോ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അപ്പോൾ നമുക്ക് യുവർ ഓൺ വോയിസിലുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതൊന്ന് 100 കൊടുത്തിട്ട് മറ്റേത് കുറക്കാം. അല്ല നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അതൊന്ന് കൂട്ടി കൊടുത്തിട്ട് നമ്മുടെ യുവർ ഓഡിയോ കുറച്ച് കൊടുക്കാം, എന്നിട്ട് ടിക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മളെന്തെങ്കിലും കണ്ടൻറ്റുള്ള വീഡിയോ ചെയ്യുന്നെങ്കിൽ നമുക്ക് യുവർ ഓൺ തന്നെ ഹൈലൈറ്റ് കൂട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ ആ പെൻ കണ്ടോ, നമ്മുടെ ഇതിൽ പിക്ചറിൽ കാണുന്ന പെൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തമ്പനെയിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ വെച്ചിട്ട് തമ്പനെയിൽ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ക്യാപ്ഷൻ ചൂസ് ചെയ്യാം കേട്ടോ. ക്യാപ്ഷൻ ഇപ്പോൾ ഞാൻ ആ മാംഗോ ചലഞ്ചിൻ്റെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഷോർട്സിന് ഏത് ടൈറ്റിലാണോ ക്യാപ്ഷനാണോ നമുക്ക് മാച്ചിങ് ആയത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മലയാളത്തിലെ കീബോർഡാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. മലയാളത്തിലോ ഇംഗ്ലീഷിലോ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് #ടാഗ് ചൂസ് ചെയ്യാം. #ടാഗ് കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഷോർട്സ് ആണല്ലോ, അപ്പോൾ ഷോർട്സിൻ്റെ റിലേറ്റഡ് നമുക്ക് #ടാഗാണ് കൊടുക്കേണ്ടത്. വീഡിയോൻ്റെത് കൊടുക്കാൻ പാടില്ല. ഷോർട്സ് ഫീഡ്, അതുപോലെ ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ്, അങ്ങനെ നമുക്ക് #ടാഗ് കൊടുത്തിട്ട് ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അത് വരും കേട്ടോ. എത്ര ചാനൽസ് അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടില്ലേ. ഷോർട്സ് ഫീഡൊക്കെ 3 മില്യൺ ചാനലാണ് സെലക്ട് ചെയ്ത്, അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. അതുപോലെ വൈറൽ ഷോർട്സ്, ട്രെൻഡിങ് ഷോർട്സ്, നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ട്രെൻഡിങ് സോങ് സെലക്ട് ചെയ്ത് കൊടുക്കാം.
അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ട്രെൻഡിങ് വീഡിയോ റിലേറ്റഡ് ആണെങ്കിൽ ട്രെൻഡിങ് വീഡിയോ ഹാഷ്ടാഗ് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ നമ്മൾ ഓരോ സ്പേസ് ഇട്ട് കൊടുക്കുമ്പോഴും അത് കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100 വരെ അതിനുള്ളിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ നോക്കിയിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ യൂട്യൂബ് ഷോർട്സ് അതുപോലെ എന്തൊക്കെയാണ് ഷോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഹാഷ്ടാഗ് ഇട്ടിട്ട് കൊടുക്കാം. ട്രെൻഡിങ് വൈറൽ ഷോർട്സ്, ട്രെൻഡിങ് ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ്, ഷോർട്സ് ഫീഡ് അങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് വിസിബിലിറ്റി ചെക്ക് ചെയ്യാം. വിസിബിലിറ്റി പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് അൺലിസ്റ്റ് ഉണ്ട്. നമ്മളെപ്പോഴും പ്രൈവറ്റ് ആക്കിയിട്ട് വെക്കാം, അല്ലെങ്കിൽ അൺലിസ്റ്റ് ചെയ്ത് വെക്കാം. പബ്ലിക് ഡയറക്റ്റ് തന്നെ പബ്ലിക് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ പ്രൈവറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് ടൈമിനുള്ളിലാണ് അത് വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഡേറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ടൈമും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡേറ്റും ടൈമും സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം, ഇല്ലെങ്കിൽ സെലക്ട് ഓഡിയൻസ്. ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് തന്നെ കൊടുക്കാൻ നോക്കാം കേട്ടോ. കിഡ്സ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നോട്ട്സ് അത് കൊടുത്തതിന് ശേഷം റിലേറ്റഡ് വീഡിയോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ റിലേറ്റഡ് വീഡിയോ കൊടുക്കാം, അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അതിനുശേഷം അലോ വീഡിയോ ഓഡിയോ റിമിക്സിങ് അത് എപ്പോഴും അലോ ഓഡിയോ തന്നെ കൊടുക്കാം. പിന്നെ എന്തെങ്കിലും പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ കണ്ടൻറ്റുള്ള വീഡിയോ ആണെങ്കിൽ എസ് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടൻറ്റ് ഒന്നും അല്ലല്ലോ നമ്മുടെ ഷോർട്സിൽ ഇപ്പോൾ കാണും. പിന്നെ എപ്പോഴും നമുക്ക് കമൻറ്റ്സ് ഓൺ ആക്കി തന്നെ വെക്കാം. ഇതിൽ ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ സ്പീഡാക്കുന്നേ ഉള്ളൂ. പിന്നെ അപ്ലോഡ് ഷോർട്സ് ആണ് കൊടുക്കുന്നത്, വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല. അപ്ലോഡ് ഷോർട്സ് കൊടുക്കുക, ഞാനിപ്പോൾ കൊടുക്കുന്നില്ല, നിങ്ങൾ അപ്ലോഡ് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ടൈമിനുള്ളിൽ അത് പബ്ലിഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.